ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. ആകെ 3 ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വെളുത്തുള്ളിയാണ് ആദ്യത്തെ ടിപ്പിനായിട്ട് എടുത്തിട്ട് വെളുത്തുള്ളി ഒന്ന് 2-3 അല്ലി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശല്യക്കാരായിട്ട് തോന്നുന്നതായിരിക്കാം പല്ലി. അപ്പോൾ പല്ലുകളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 3-4 വെളുത്തുള്ളി നമ്മുടെ ഇടികല്ലിലേക്ക് ഇടണം. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു സാധനം കൂടി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റംസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ടിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേ ഗ്രാമ്പുവാണ് കേട്ടോ എടുത്തിട്ട് 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഇടികല്ലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 എണ്ണം മാത്രമായിട്ട് ഇച്ചിരി ചതഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഇത് രണ്ടിനും നന്നായിട്ട് ചതഞ്ഞ് വരുന്ന സമയത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടി തൊണ്ടൊന്നും കളയണ്ട കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നല്ല സംഭവമാണ് കേട്ടോ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കുമേ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ വെളുത്തുള്ളി എല്ലാത്തിനും ഭയങ്കര എഫക്റ്റീവാണല്ലോ. അതിൻ്റെ കൂടെ തന്നെയാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഗ്രാമ്പൂ ആണെങ്കിൽ പല്ലിയായാലും പ്രാണികളെയൊക്കെയായാലും തുരത്താൻ സാധിക്കുന്നൊരു സാധനമാണ് കേട്ടോ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മാത്രം എടുത്താൽ മതി. 2 ഗ്രാമ്പും ഒരു 3-4 അല്ലി വെളുത്തുള്ളി മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഐറ്റംസ് കൂടി ചേർക്കാം. അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഗ്രാമ്പൂൻ്റെ എന്നും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സ് ആകാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കർപ്പൂരം എടുക്കുമ്പോൾ എപ്പോഴും ഇതേപോലത്തെ കർപ്പൂരം വേണ്ടിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചില കർപ്പൂരം എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഹാർഡായിട്ടുള്ള കർപ്പൂരം ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെ തിരുമ്മി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കർപ്പൂരമാണ്. ഇത് കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി ചേർക്ക് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് അതിൻ്റെ അത് വേണ്ട. 2-3 കഷ്ണം തന്നെ എടുത്തപ്പോൾ ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്കിനകത്ത് വെച്ചിട്ട് ഇനി അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കർപ്പൂരം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പല ടിപ്സുകളും വളരെ യൂസ്ഫുൾ ആണെന്ന് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അത് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് പച്ചവെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്താലും നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കർപ്പൂരവും നമ്മുടെ വെളുത്തുള്ളിയുടെയും ആ ഗ്രാമ്പൂൻ്റെയൊക്കെ സ്മെല്ല് ആ വെള്ളത്തിലാകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇതെല്ലാം ലാസ്റ്റ് അരിച്ചിട്ട് ആണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് 1 സ്പൂണോളം വിനെഗറാണ് കേട്ടോ. നല്ല അടിപൊളി വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കുക. പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം മാത്രം ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യുക. നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ. 2ാമത്തെ ടിപ്പാണ്. അപ്പോൾ 2ാമത്തെ ടിപ്പിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള അതേ സാധനം തന്നെയാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഉലുവയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉലുവയെ ഒന്നെങ്കിലും നിങ്ങൾ നന്നായിട്ട് അരകല്ലിൽ വെച്ചിട്ടൊന്ന് അരച്ച പരുവത്തിന് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് ഇടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയേ. നന്നായിട്ടിത് അരഞ്ഞതുപോലെയൊന്നും വേണ്ട, അല്ലെങ്കിൽ ചതഞ്ഞതുപോലെയൊന്നും വേണ്ട. കുറച്ചൊന്ന് ഇടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഉലുവ വെച്ചിട്ട് ചെയ്യുന്നൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ ഒരു വട്ടം ചെയ്തിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിലോട്ട് ഓരോരോ സാധനങ്ങൾ ചേർത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പഴയ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്കിനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്, ഒത്തിരിയൊന്നും വേണ്ട. ഇതൊരല്പം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുള്ള നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ കർപ്പൂരം നമുക്ക് എടുക്കാം. കർപ്പൂരത്തിൻ്റെ കവർ പൊട്ടിയിട്ടില്ലേ? അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെയല്ല, ടൈറ്റ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ.
നമുക്ക് ഇപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു. ഓക്കെ ഇപ്പുറത്തെ സൈഡാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഒരെണ്ണം എടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തൊക്കെ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കർപ്പൂരമാണ് കേട്ടോ. വളരെ നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ മതി, അത് പൊടിഞ്ഞ് വരും കേട്ടോ. ഇതുപോലത്തെ കർപ്പൂരം നമുക്ക് മരുന്ന് കടകളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മേടിക്കുമ്പോൾ എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അവരോടൊന്ന് ചോദിച്ചാലും മതി ഇതിങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുന്നതാണോ എന്ന്. അങ്ങനത്തെ മാത്രമേ മേടിക്കാവുള്ളേ. അപ്പോൾ ഇത് നമുക്ക് കയ്യിലിട്ടിട്ടൊന്ന് ഇത് കവർ അഴിച്ചതിന് ശേഷം ഒന്ന് തിരുമ്മി കൊടുത്താൽ മാത്രം മതി. അതാകുമ്പോൾ നന്നായിട്ട് ഇതിനകത്ത് വീഴുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ടേക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മുമ്പോൾ തന്നെ ഫുള്ളായിട്ട് വീഴും കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലെ പല്ലികളെ തുരത്താൻ വേണ്ടി സാധിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ നന്നായിട്ട് ഞെരടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊന്ന് മിക്സാക്കി യൂസ് ചെയ്യുന്ന സൈസ് ടിപ്പല്ല കേട്ടോ. ഇത് വളരെ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് നമുക്കിത് വെച്ചിട്ട് നമ്മുടെ എവിടെയാണോ പല്ലുകൾ കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്തേക്ക് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പല്ലുകൾ തിന്നുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ പല്ലുകൾ കയറില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതെ, നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി നല്ല രീതി മിക്സായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് ഒന്നെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ ഒരു പാത്രത്തിലോ എവിടെയെങ്കിലും ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെയാണ് ഒരു പേപ്പർ വിചാരിച്ച് ഒരു തുണി വിരിച്ചിട്ടോ ഇട്ടിട്ട് കൊടുത്താൽ മതി. അവിടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് പോയി കിട്ടിക്കോളും കേട്ടോ. നമുക്ക് എന്തായാലും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ടിപ്സാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ചെറിയ ഉള്ളി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇടികല്ലിലേക്ക് ചെറിയ ഉള്ളി 2 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ടതിന് ശേഷം നന്നായിട്ട് ചതച്ച് കൊടുക്കണം. ഈ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പ്രാണികളെയും കീടങ്ങളെയും പല്ലികളെയൊക്കെ തുരത്താൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചതച്ചിട്ട് നല്ല നീരുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊണ്ടോ ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചതച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാണേ. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് ചതഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചതച്ചെടുത്താലും മാത്രം മതി. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വിനാഗറാണ് കേട്ടോ. വിനെഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിനെഗർ നമുക്ക് 1 അടപ്പ് വിനെഗറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. 1 അടപ്പ് കംപ്ലീറ്റ് വേണമെന്നില്ല കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി മതി. ശരിക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനോടൊപ്പം അടുത്തൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് സംഭവം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുരുമുളക് തന്നെയാണ് കേട്ടോ. ഒരു 5-6-7 കുരുമുളകുണ്ട്. അതുകൊണ്ട് അതേ കുരുമുളക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും കുരുമുളകുണ്ട്. അപ്പോൾ ഈ കുരുമുളക് നമുക്ക് ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മാത്രം മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇടിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിയും വിനെഗറും കൂടിയിട്ടുള്ള ആ മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കുവേ. അപ്പോൾ ഇത് കൂടി നമ്മളിതിനകത്തുനിന്ന് കുറേശ്ശെയായിട്ട് ഇങ്ങോട്ട് മാറ്റി അത് ഫുള്ള് ചതഞ്ഞത് മൊത്തം ഇങ്ങോട്ട് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒന്നെങ്കിൽ ചൂടുവെള്ളമോ തിളച്ച വെള്ളമോ. ഇപ്പോൾ ഇനി നിങ്ങളുടെ പച്ചവെള്ളം ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.